തടിയാണെന്നുണ്ടെങ്കിൽ ഇത് ആളി കത്തും, നമുക്ക് വി കനോട്ട് ട്രാവൽ ത്രൂ. 4000 രൂപ മുതൽ നമുക്ക് സിംഗിൾ പീസ് വിൻഡോ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, സ്റ്റാർട്ടിംഗ് റേഞ്ച്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കട്ടളയൊക്കെ വരുന്ന സമയത്ത് ശരിക്കും നമുക്ക് WPC എന്ന് പറയുന്ന സാധനം ഒരു വൈറ്റ് കളർ ഒരിക്കലും കിട്ടത്തില്ല. വെള്ളം കയറിയാലും കുഴപ്പമില്ല. ഇതിപ്പോ വെള്ളം കയറിയാലും നമ്മുടെ വാതിലുകളൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയാലും ഒരാഴ്ച വെള്ളത്തിൽ കിടന്നാലും നമുക്ക് ഇതിനൊന്നും സംഭവിക്കുകയില്ല. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കിടിലൻ ഒരു പ്രോഡക്റ്റ്, അതായത് തടിക്ക് പകരം എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ അവസാന വാക്ക് WPC, വുഡ് പോളിമർ കോമ്പോസൈറ്റ്. അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. ഒരൊറ്റ പ്രാവശ്യം പർച്ചേസ് ചെയ്താൽ വീട് പൊളിച്ച് കളഞ്ഞാലും ഈ ഒരു ജനലോ കഥോ നശിക്കുന്നില്ല. ഞാൻ എത്തി നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പന്തളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള നന്ദനം ഇൻഡസ്ട്രീസിലാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജനൽ, ഡോറുകൾ എല്ലാം തന്നെ WPC ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്ന ഡോറുകളും ജനലുകളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തടിയേക്കാൾ ക്വാളിറ്റിയിൽ, അങ്ങനെ തന്നെ പറയണം, തടിക്കുണ്ടാകുന്ന ഈർപ്പം, അതുപോലെ തന്നെ നമ്മുടെ ചിതലെടുക്കുക, ഉറുമ്പ് തിന്നുക, അതുപോലെ തന്നെ തീ കത്തുക, ഇതിൽ നിന്നെല്ലാം പരിഹാരം. മാത്രമല്ല ഒരൊറ്റ പ്രാവശ്യം നമ്മൾ പർച്ചേസ് ചെയ്ത ലൈഫ് ടൈം നമ്മുടെ വീട് പൊളിച്ച് കളഞ്ഞാലും ഈ പുറകിൽ കാണുന്ന വിൻഡോസും ഡോർസൊക്കെ നമുക്ക് വീണ്ടും അടുത്തൊരു വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയലാണ് WPC ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വീട് സ്വപ്നം കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനലിനോടൊപ്പം കൂടിയാൽ മനോഹരമായ ഒരു വീട് പണിതുയർത്താം. ഇറ്റ്സ് മീ സുനീർ. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. അപ്പോൾ WPC ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മളോട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നന്ദനം ഇൻഡസ്ട്രീസിൻ്റെ നെടും തൂടുകളായ നമ്മുടെ റൈ ചേട്ടനും സുരേഷ് ചേട്ടനുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. റൈ ചേട്ടാ, വെൽക്കം ടു സുനീർ മീഡിയ. താങ്ക് യു ചേട്ടാ. നമ്മുടെ ഒരു ട്രെൻഡിങ് ആവാൻ പോകുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ആയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പഴയ തടി എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെയൊക്കെ പൊളിച്ച് എഴുതാൻ പോകുന്ന ഒരു സാധനത്തിന് മുന്നിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. WPC എന്താണ് WPC? ഞങ്ങൾ 2 സ്ഥാപനങ്ങളാണ് ഇത് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത്. ഒന്ന് നന്ദനം ഇൻഡസ്ട്രീസ്. നന്ദനം ഇൻഡസ്ട്രീസ് പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നു. എന്നാൽ ഈ മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കുന്നതും സോഴ്സിങ് ചെയ്തതും എല്ലാം പ്രൈം ബോർഡ്സ് ആൻഡ് ഡോർസ് അടൂര്. അടൂരും പന്തളവും വളരെ അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ 2 യൂണിറ്റുകളുടെ അസോസിയേഷനിലാണ് ഈ എൻഡ് പ്രൊഡക്റ്റായിട്ട് വരുന്നത്. അപ്പം വീട് നിർമ്മിക്കുമ്പം വാതിലുകളും ജനലുകളും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണല്ലോ. ഇതാണല്ലോ ഈ തടി ആണ് നമ്മൾ പരമ്പരാഗതമായിട്ട് വീടുകൾക്ക് ഉപയോഗിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. പക്ഷേ തടിയുടെ ഒരു അവൈലബിലിറ്റി വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. ഇനിയുള്ള വരും തലമുറയിൽ തടി അത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല ഇപ്പോഴുള്ളത്. നമ്മൾ മരങ്ങളെ സംരക്ഷിക്കണം, ചുറ്റുപാടിനെ, പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അതിന് ഒരു പെർഫെക്റ്റ് ഓൾട്ടർനേറ്റ് തടിയേക്കാൾ ഒരുപാട് മേന്മകളുള്ള, തടിയേക്കാൾ ഒത്തിരി നല്ല ഒരു പ്രൊഡക്റ്റാണ്. എന്നാൽ ഈ സാധനം നമ്മൾ വാതിലുകളും ജനലുകളും ഉണ്ടാക്കി വെച്ചാൽ ഒരാൾ കണ്ടാൽ ചോദിക്കും, ചേട്ടാ ഇതേത് തടിയാണെന്ന് ചോദിക്കത്തക്ക രീതിയിൽ വിസ്മയകരമായ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ WPC. WPC എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ വുഡ് പോളിമർ കോമ്പോസിറ്റ് പാനൽ. ഇത് എൻജിനീയർഡ്, മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റാണ്. ഇത് വളരെ ഒരു പുതിയ ഒരു നിർമ്മാണ സാമഗ്രിയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇത് 5-6 വർഷം കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആണ്. ഇത് പുറം രാജ്യങ്ങൾ അതിന് മുമ്പ് തന്നെ ഉപയോഗിച്ചു തുടങ്ങി. കാരണം നമ്മളെക്കാട്ടിൽ കൂടുതൽ പരിസ്ഥിതിയെക്കുറിച്ച് വിദേശികൾ ബോധവാന്മാരാണ്. അപ്പം നമ്മൾ ഇനിയും ഒരു മാറ്റം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതിന് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് WPC. പ്രത്യേകിച്ച് നമ്മുടെ വാതിലുകളും ജനലുകളും ഉണ്ടാക്കുമ്പോൾ, തടി കൊണ്ടുണ്ടാക്കുമ്പോൾ നമ്മളിപ്പോഴേ പെട്ടെന്ന് മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ തടി കൊണ്ടായിരിക്കും. ഒരു കൊമേഴ്സ്യൽ പ്രൊഡക്ഷനിലുള്ള ഒരു വാതിലോ ജനലോ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരിക്കും. അത് പൊടിഞ്ഞു പോയെന്നിരിക്കും, വെള്ളം കയറിയ പ്രശ്നം. ചിതലാണ് ഏറ്റവും വലിയൊരു ശത്രു തടിയുടെ. അപ്പോൾ തടി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രൊഡക്റ്റാണ്. പക്ഷേ ആ നാച്ചുറൽ പ്രൊഡക്റ്റിന് ഒരുപാട് പരിമിതികളുണ്ട്. ഈ പരിമിതികളെയെല്ലാം മറികടന്നുകൊണ്ട് നമുക്ക് എൻഡ്ലെസ് ലൈഫ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് WPC. അപ്പോൾ തടിയുടെ വാതിലിൻ്റെ സ്ഥാനത്ത് നമുക്ക് WPC കൊണ്ട് ഒന്നാന്തരമായിട്ട് വാതിലുണ്ടാക്കാം. ജനലിൻ്റെ സ്ഥാനത്ത് ഏറ്റവും നല്ല രീതിയിൽ
വളരെ ലൈഫ് കൂടിയ തരത്തിൽ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാവുന്ന, അതായത് ഒരു ബിൽഡിംഗ് പൊളിച്ചു മാറ്റിയാൽ നമുക്ക് ഈ വാതിലും ജനലും നമുക്ക് വീണ്ടും വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റും. അത്രയ്ക്ക് ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സാധനം. പ്രത്യേകിച്ച് തടിയുടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 0.760 ഡെൻസിറ്റിയാണ്. വേറാസ് നമ്മുടെ WPC എന്ന് പറയുന്നത് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് 0.960 ഡെൻസിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ്, ഇതിൻ്റെ ആ സ്വഭാവം, പിന്നെ ഇത് ഫയർ റിട്ടാർഡൻ്റ് ആണ്. തീ പിടിച്ചാലും ഇറ്റ് ഡസൻറ്റ് സപ്പോർട്ട് ദ ഫ്ലെയിം. ഇത് തീ പിടിക്കും. ഞാൻ ഒന്ന് അടക്കി അറിയിക്കോട്ടെ, ഈ ഫയർ റെസിസ്റ്റൻസും ഫയർ റിട്ടാർഡൻറ്റും ഇത് രണ്ടാണ്. നമ്മുടെ പല പ്രേക്ഷകർക്കും നമ്മൾ ഈ ഫയർ റെസിസ്റ്റന്റ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് പല ആളുകളും തീ പിടിക്കില്ല എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് അത് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. Let me clear you, fire consumes everything in this world. Okay. ഫയറിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റിയ ഒരു സാധനം റോക്കോ അങ്ങനെയുള്ള നാച്ചുറൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇതെല്ലാം തീ പിടിക്കും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഫയർ റിട്ടാർഡൻറ്റ് മീൻസ് ഇറ്റ് ഗിവ്സ് യു ടൈം ടു എസ്കേപ്പ് ഫ്രം ഫയർ. തീർച്ചയായിട്ടും. അപ്പം ഒരു ഫയർ റിട്ടാർഡൻറ്റ് എന്ന് പറയുമ്പം ISI സ്റ്റാൻഡേർഡ് അനുസരിച്ച് 1 hour ഉണ്ട്, 2 hour ഉണ്ട്, 3 hours ഉണ്ട്. നമ്മൾ സാധാരണ മറ്റ് മെറ്റീരിയലിലേക്ക് തീ ആളിപ്പടരും. ഇറ്റ് ഡസൻറ്റ് സപ്പോർട്ട് ദ ഫ്ലെയിം. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, സ്കൂളുകൾക്ക്, ഹോട്ടലുകൾക്ക്, ഹോസ്പിറ്റലുകൾക്കൊക്കെ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയർ റിട്ടാർഡൻറ്റ് വാതിലുകൾ വെച്ചേ പറ്റൂ. അതിന് നമ്മൾ 1 hour റേറ്റിങ്ങിൻ്റെ ISI മാർക്കുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ്, എങ്കിലേ നമുക്ക് ആ പെർമിഷൻ തരത്തുള്ളൂ. അപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ, ഫയർ റിട്ടാർഡൻറ്റ് എന്താണെന്ന് ചോദിച്ചതിൻ്റെ മറുപടി ഇതാണ്. നമുക്ക് ഒരു അൺവാണ്ടഡ് ഹാപ്പനിങ് ഉണ്ടായാൽ നമുക്ക് പുറത്ത് കിടക്കാനുള്ള ഒരു സമയം കിട്ടണം. തടിയാണെന്നുണ്ടെങ്കിൽ ഇത് ആളിക്കത്തും, നമുക്ക് വി കനോട്ട് ട്രാവൽ ത്രൂ. അപ്പം പക്ഷേ WPCയുടെ ആണെന്നുണ്ടെങ്കിൽ ഇത് തീ പിടിക്കും, പക്ഷേ അതവിടെ കരിഞ്ഞിരിക്കത്തേ ഉള്ളൂ. ഇറ്റ് ഡസൻറ്റ് കം ഓവർ ദ ഹ്യൂമൻ ബീങ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ WPCയെ കുറിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ പ്രോഡക്റ്റ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ല, ഒരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് ഒരു 2-3 കാര്യങ്ങൾ ഇതിൻ്റെ പറയാം. ഓക്കെ ഏട്ടാ, നമുക്ക് ജസ്റ്റ് ഈ പ്രോഡക്റ്റ് കൂടെ ഒന്ന് അവരെ കാണിച്ചിട്ടേ, ഇപ്പം നമ്മൾ ഈ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഏത് തടിയാണ്, അല്ലെങ്കിൽ ഇതൊരെങ്കിലും കാട്ടുതടിയാണോ എന്നുള്ള, അതായത് ഇത് മരം ആണ് എന്നുള്ളതിൽ കാഴ്ചയിൽ ഡൗട്ടൊന്നുമില്ല. അപ്പം നമുക്ക് ജസ്റ്റ് ഏത് സൈസിലും ഏത് ഡിസൈനിലും നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം തടിയിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് ചെതൽ പിടിക്കില്ല. അതുപോലെ തന്നെ 100% വാട്ടർ പ്രൂഫിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, തീ പിടിക്കാനുള്ള സാധ്യത വളരെ അധികം കുറവാണ്. അങ്ങനെ തന്നെ തീ പിടിച്ചു കഴിഞ്ഞാലും നമ്മുടെ മറ്റ് പ്രോഡക്റ്റുകൾ പെട്ടെന്ന് കത്തുന്നത് പോലെ കത്തത്തില്ല. നമുക്കിത് ജസ്റ്റ് ആ തീ കെടുത്താനുള്ളൊരു സമയം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള, അതായത് ഇതിൽ നിന്ന് മറ്റൊരു മെറ്റീരിയലിലേക്ക് തീ പടരില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്, പിന്നെ റീയൂസബിൾ ആണ്, പിന്നെ ബോറർ പ്രൂഫ് ആണ്. നമുക്ക് സാധാരണ തടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ പൊടി വീഴുന്ന ഒരു സ്വഭാവമുണ്ട് തടിക്ക്. അതായത് വില കുറഞ്ഞ തടികൾ ഉപയോഗിച്ചാൽ, അത് തേക്കൊക്കെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ വളരെ കുറവായിരിക്കും, പക്ഷെ അത് കാലാവസ്ഥയുടെയും കൂടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ പൊടി വീഴത്തില്ല, ഇത് പൊടി വീഴത്തില്ല, പൊടിഞ്ഞു പോകത്തില്ല, ചെതലരിക്കത്തില്ല, ആന്റി ഫംഗലാണ്. വെള്ളം കയറിയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ വെള്ളം കയറിയാലും നമ്മുടെ വാതിലുകളൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയാലും ഒരാഴ്ച വെള്ളത്തിൽ കിടന്നാലും നമുക്ക് ഇതിനൊന്നും സംഭവിക്കുകയില്ല. ഈ ഒരു വിൻഡോയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് ഫുൾ ടൈം വെള്ളത്തിൽ കിടന്നാൽ ഇതിനാകെ സംഭവിക്കാൻ പോകുന്ന നമ്മുടെ ഈ ഒരു കമ്പിയില്ലേ, കമ്പി പട്ടയൊക്കെ പറയുന്നത്, ഇതിനകത്തൊരു തുരുമ്പോരും എന്നല്ലാതെ ഇതിനകത്ത് യാതൊരു ഡാമേജും ഉണ്ടാക്കത്തില്ല. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് തടി നമുക്കറിയാം പല സൈസിലാണ് നമ്മൾ പണിയുന്നത്. ഇപ്പം 4, 2.25, 4.5, 2.5 സാധാരണ വിൻഡോസ് ഒക്കെ വരുന്ന സമയത്ത് ഈ വിൻഡോസിന് നമ്മൾ 4.2 സാധാരണ യൂസ് ചെയ്യുന്നത്, നമ്മുടെ തടി ഉപയോഗിക്കുന്നത്. അപ്പം ഇത് നേച്ചർ തടി പോലെ തന്നെ ഉള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മൾ സങ്കല്പിച്ചെങ്കിൽ ചെയ്താൽ മതി. തടി പോലെ തന്നെ ആ കാർപ്പൻ്റർക്ക് അവരുടെ ഓൺ ടൂൾസ് വെച്ച് ഇത് വർക്കബിലിറ്റിയാണ്, ഇത് സ്ക്രൂവബിൾ ആണ്, നെയിലബിൾ ആണ്. നമുക്ക് തടിയെ ചെയ്യുന്നത് പോലെ ചിന്തയിലിടുകയോ ഫിനിഷ് ചെയ്യുകയോ എന്ത് വേണേലും ചെയ്യാം. പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, തടിയാകുമ്പോൾ ഇതിന് ഒരുപാട് വേസ്റ്റ് വരും. നമ്മൾ 4.2 തടിയെടുത്ത് നമ്മളത് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ 4.5 കാണത്തുള്ളൂ. അപ്പോൾ ഇതിനങ്ങനെയുള്ളൊരു പ്രോബ്ലം ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിന് പുറത്ത് നമ്മൾ ചിന്തയിലിടുവോ, ഇതിൻ്റെ കട്ടി കുറഞ്ഞു പോവോ, കനം കുറഞ്ഞു പോവുമോ, ഇതിന് എന്തെങ്കിലും വേസ്റ്റ് ഒട്ടുമില്ല. 0 വേസ്റ്റേജ് ആയി പ്രോഡക്റ്റ്. നമ്മളെ പല സമയത്തും ഇത്തരം പ്രോഡക്റ്റുകൾ പരിചയപ്പെടുന്ന സമയത്ത് നമ്മുടെ ടെക്നോളജി മാറി വരികയാണ്, നമ്മുടെ ലോകം മാറുന്നു, നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നു, അതോടൊപ്പം
ബിൽഡിംഗ് മെറ്റീരിയലുകൾ മാറുന്നു, കുറച്ചുകൂടി ഫാസ്റ്റ് ആവുന്നു വർക്ക് കാര്യങ്ങൾ. നമുക്കറിയാം ഇപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീൽ അല്ലെങ്കിൽ തടി തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതിനൊരു പ്രധാന കാരണം അത് എക്കോ ഫ്രണ്ട്ലിയാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷേ പണ്ട് കാലത്തെ തടികൾ ഭയങ്കര ഏജ്ഡ് ആയിരുന്നു. 60-70 വർഷമൊക്കെ പഴക്കമുള്ള അല്ലെങ്കിൽ മിനിമം ഒരു 20 വർഷമുള്ള തടികളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് അത്തരം തടികൾ കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽ തടികൾ കൊണ്ട് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് വെക്കുമ്പോൾ 1-2 വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് ചെതലെടുത്ത് പോകും, അല്ലെങ്കിൽ ഇത് ബെൻഡ് വരും. മഴക്കാലവും അല്ലെങ്കിൽ വേനൽക്കാലവും വരുന്ന സമയത്ത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഇത് അടയാതെ വരും. ഒത്തിരി പ്രശ്നങ്ങളാണ്. അപ്പം ഈ ഒരു മാറ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സെയിം ഇതിനകത്ത് തടിയുടെ നമുക്കറിയാലോ, ആ വുഡ് എന്നുള്ള വാക്കിൽ തന്നെ ഇത്ര പെർസെൻറ്റേജ് ആ ഒരു വുഡിൻ്റെ ആ ഒരു ഇതുണ്ട്. ബാക്കി നമ്മുടെ വിർജിൻ പോളിമറാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു മിക്സിലേക്കാണ് ഈ സാധനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ആ സെയിം ഒരു ഫീല് ഇപ്പം ഇത് ആക്ച്വൽ ഈ കളറാണല്ലേ നമ്മുടെ മെറ്റീരിയൽ വരുന്നതല്ല, ആക്ച്വൽ കളർ ഇതാണോ? ഇത് ഏകദേശം ഒരു ഈട്ടിത്തടിയുടെ കളറിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ ചേട്ടാ, അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റാണ് ഈ കാണുന്നത് അല്ലേ? നമുക്ക് അപ്പോൾ ഇവിടെ കുറേ അധികം ഒരു 3 പാളി ഇത് സാധാ ഡിസൈനാണ്. നമ്മുടെ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നത് 150/140 നമ്മുടെ നോർമൽ സൈസ്. പിന്നെ നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് 2 പാളിയുണ്ട്. ഇതിപ്പോൾ 1 മീറ്റർ/150 വരും. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ കിച്ചൻ്റെ ആണ് അല്ലേ? അതുപോലെ തന്നെ ഇത് വെന്റിലേഷനാണ്. വെന്റിലേഷനൊക്കെ അത്യാവശ്യം നമ്മുടെ ആ തടിയുടെ തന്നെ അല്ലേ? അത്രയും ശരിക്കും ഇത് എടുത്തു കഴിഞ്ഞാലേ നമുക്കിത് തടിയാണോ ഇത് ഒരു ഡൗട്ട് വരും. അത്ര തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. സാധാരണ പലപ്പോഴും തടിയിലൊക്കെ വരുന്ന കേസ് നമ്മൾ ഈ ബെൻഡ് വരാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കട്ട കെട്ടുന്ന സമയത്തൊക്കെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ക്ലാമ്പ് നമ്മൾ പിടിപ്പിക്കൂലേ, അത് നോർമൽ നമ്മൾ തടിയിൽ ചെയ്യുന്ന ക്ലാമ്പിംഗ് ആണ്. ഈ WPC എന്ന് പറയുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, നമ്മൾ തടിക്ക് പകരമായിട്ട് എന്തോ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നമ്മളെന്തോ തട്ടിക്കൂട്ട് സംഭവമാണെന്നൊരു ധാരണ ആൾക്കാർക്കുണ്ട്. അതിൽ നിന്ന് വലിയൊരു മാറ്റം വരണം. കാരണം ഈ സാധനം ഹോളോ അല്ല, ഇത് ബ്ലാങ്ക് അല്ല, ഇത് സോളിഡ് മെറ്റീരിയലാണ്. WPCയുടെ ഒരു പീസ് ഇവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ആഞ്ഞിലി വുഡാണെന്നേ പറയുള്ളൂ. ഇതൊരു ടെർമൈറ്റ് പ്രൂഫാണ്, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്, ഫയർ റിട്ടാർഡൻ്റ് ആണ്, ആൻറ്റി ബാക്ടീരിയൽ ആണ്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ഗൃഹ എന്ന് പറയുന്ന അവരുടെ ഒരു അപ്രൂവൽ കിട്ടിയ, അതുപോലെ എക്കോ ഫ്രണ്ട്ലി ആണ് ഈ പ്രോഡക്റ്റ്. ഇത് സോളിഡാണ്. പലപ്പോഴും ഇതുപോലുള്ള വിൻഡോസ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് വരുന്നത് സോളിഡ് ആയിരിക്കില്ല, ഹോളായിരിക്കും ഇതിനകത്ത് വരുന്നത്. നമ്മളിപ്പോൾ സ്റ്റീലാണെങ്കിലും അതിനകത്ത് ഹോളായിരിക്കും വരുന്നത്. ഇത് നമുക്ക് എത്ര ഇതിൽ വേണമെങ്കിലും നമുക്ക് ഡ്രില്ല് ചെയ്യാം, ഏത് മെറ്റീരിയൽ ഉപയോഗിക്കാം, ഏത് സ്ക്രൂസ് കാര്യങ്ങൾ ഉപയോഗിക്കാം, എവിടെ വേണമെങ്കിലും കട്ട് ചെയ്യാം. നമ്മൾ തടിയിൽ ചെയ്യുന്ന എല്ലാ വർക്കുകളും ഇതേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിപ്പോൾ ഡോറുണ്ട്. നമ്മൾ ഇത്രയും നേരം വിൻഡോസിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഡോറാണ്. ഇത് എനിക്ക് തോന്നുന്നത് 4/2 ആണ് വരുന്നത്. 4/2.5 ആണ് ഡോർ വരുന്നത്. ഇതിപ്പോൾ കട്ടളായി. ഇനി ഇതേ മെറ്റീരിയലിൽ തന്നെ ഇതിൻ്റെ ഡോറിൻ്റെ ഷട്ടർ അല്ലേ, ഡോർ ഷട്ടറായി. അത് നമുക്ക് നേരത്തെ വന്ന ആ ഒരു പ്രൊഫൈല് ഇവിടെ ഒരു ഡോറായിട്ട് ഫിക്സ് ചെയ്യണം, ഡോറിൻ്റെ കട്ടളായിട്ട് അല്ലേ, ഡോർ ഫ്രെയിം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അതിന് ചിന്തേരിടുക എന്നൊക്കെയല്ലേ നമ്മൾ തടി നാടൻ ഭാഷയിൽ പറയുക അല്ലേ? അത് ജസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേസിലാണെങ്കിൽ അതിനെന്താണ് പറയുന്നത്? ഒരുപാട് ടൈം സേവിങ് ആണ്. ഓക്കെ, റൂട്ടർ അടിച്ചതാണ്. അതുകൊണ്ടാ വേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് 0 വേസ്റ്റ് ആയി. നമ്മൾ വാങ്ങിക്കുന്ന സാധനം അതുപോലെ ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. തടി വാങ്ങിയാൽ നമുക്ക് ഫുള്ളായിട്ട് അതിൻ്റെ യൂസ് കിട്ടുന്നില്ല, കാരണം പകുതി സാധനം വേസ്റ്റ് ആയിട്ട് പോവുക. ഇതിലെ ശരിക്കും നമുക്കിപ്പോൾ പല ആളുകൾക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾ തടി സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് നമുക്കൊന്ന് ഇത് സ്ക്രൂ ചെയ്ത് കാണിക്കാൻ പറ്റുമോ ഇതിനകത്തൊന്ന്? അപ്പോൾ ഇത് നമ്മുടെ WPC മെറ്റീരിയലാണ്. വേണ്ട SS നമ്മുടെ അത് സ്ക്രൂ ചെയ്യാൻ പോവാണ്. തടിയിൽ നമ്മൾ എങ്ങനെയാണ് സ്ക്രൂ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു തടിയിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പോർഷനിൽ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇത് പിന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഓക്കെ, അതെ അതെ, അത് ലാസ്റ്റ് ആ ടൈറ്റ് ആവുന്ന സൗണ്ട് അല്ലേ? നമുക്ക് ആ സ്ക്രൂ ഊരിയിട്ട് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും റിപ്പീറ്റ് സ്ക്രൂ ചെയ്യാം. അപ്പോഴും ആ തടിയുടെ സ്വഭാവം തന്നെ നിലനിർത്തും. നമ്മൾ പലപ്പോഴും പല വീഡിയോസും ചെയ്തിട്ട് ഈ റേറ്റ് പറയുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, റേറ്റ് നമുക്ക് ഓരോ ദിവസവും പലതിലും കൂടി വരുവാണ്. ഇപ്പം തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ലൈഫ് ടൈമാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വാറൻറ്റി.
അതായത് പല പ്രോഡക്റ്റുകളും 10-15 വർഷങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇത് ലൈഫ് ലോങ് ആണ്. ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരിഞ്ഞു നോക്കണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബിൽഡിംഗ് പൊളിഞ്ഞു വീണാലും ഈ സാധനം എടുത്തിട്ട് നമുക്ക് അടുത്തൊരു ബിൽഡിങ്ങിലേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഞാൻ ചോദിക്കുന്നത്, ഇതിലേക്ക് റേറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സിംഗിൾ പാളി വിൻഡോയിൽ തന്നെ തുടങ്ങാം. ഒരു സിംഗിൾ പാളി വിൻഡോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എത്ര രൂപയായിരിക്കും ചിലവ് വരിക? സിംഗിൾ പാളി വിൻഡോയ്ക്ക് ഇപ്പം നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ PVC ഗ്രാന്യൂൾസിന്റെ പ്രൈസ് ഹൈക്ക് വന്നു, സ്റ്റീലിന്റെ പ്രൈസ് ഹൈക്ക് വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഇപ്പോൾ ഒരു പ്രൈസ് ഹൈക്ക് വന്നത്. അതല്ലെങ്കിൽ ഒരു 4000 തൊട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ചാണ്. 4000 രൂപ മുതൽ നമുക്ക് സിംഗിൾ പീസ് വിൻഡോ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, സ്റ്റാർട്ടിംഗ് റേഞ്ച്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കട്ടളയൊക്കെ വരുന്ന സമയത്ത് ഒരു കട്ടളയൊക്കെ എന്ന് പറയുമ്പോൾ 4500 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സാധാരണ പറഞ്ഞാൽ നമ്മളൊരു ഏറ്റവും കുറഞ്ഞ തടിയിലേക്ക് നമ്മൾ പോകുമ്പോൾ വരുന്ന പ്രൈസേ നമുക്ക് ഇതിനകത്തേക്ക് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതെല്ലാം ഫിനിഷ് ചെയ്ത് വരാൻ നമുക്കറിയാം, നല്ല നേരത്തെ പറഞ്ഞ കണക്ക് ഏജ്ഡ് ആയിട്ടുള്ള തടികളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പണിയുവാണെങ്കിൽ ഒരു കാർപ്പൻറ്ററൊക്കെ നിർത്തിയിട്ട് പണിയുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് അതിനകത്തേക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇനി പലപ്പോഴും ഇപ്പോൾ ഈ കാർപ്പൻറ്റർ കേസ് പറഞ്ഞ സമയത്ത് ഈ വീഡിയോ കാണുന്ന പല ആളുകളും നമ്മളെ കാർപ്പൻറ്റർ സുഹൃത്തുക്കളുണ്ടാവും. അവർക്ക് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് വിഷമം വരും, അവരുടെ തൊഴിലിനെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ശരിക്കും എന്താണ്? ഇല്ല, ശരിക്കും അത് വരുന്നില്ല. കാരണം നമുക്കിപ്പം ശരിക്കും വുഡിന്റെ സ്കേഴ്സിറ്റി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ അവർ കാർപ്പൻറ്റേഴ്സ് അവരും ചേഞ്ച് ആയേ പറ്റത്തുള്ളൂ. അവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയത്. അല്ല, വേറൊരു രസം നോക്കിയാലേ ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ വർക്ക് ചെയ്യുന്ന മൊത്തം കാർപ്പൻറ്റേഴ്സ് ആണ്. എല്ലാം ലോക്കൽ തടി എങ്ങനെയാണോ ചെയ്യുന്നത്, നമുക്ക് ഒരുപക്ഷെ ഒരു മെറ്റീരിയൽ നമ്മുടെ പറമ്പിൽ നിന്ന് വെട്ടിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ സാധനം എങ്ങനെയാണോ നമ്മുടെ തടി നമ്മൾ വർക്ക് ചെയ്യുന്ന ആ സെയിം ഇത് തന്നെയാണ് അവിടെ പിന്നെ ജോലിക്കൊന്നും യാതൊരുവിധ പ്രശ്നവും വരുന്നില്ല. ഇവരെല്ലാം മലയാളി. ഇപ്പം ഒരാൾ മാത്രമേ, നമ്മുടെ ഹെൽപ്പർ ബൈ മാത്രമേ ഉള്ളൂ ഒരു ബംഗാളി. ബാക്കിയെല്ലാം മലയാളി കാർപ്പൻറ്റേഴ്സ് തന്നെ. ഇവരൊരു 3 വർഷത്തിൽ മേളിലായിട്ട് ഈ WPC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. ഇവര് 100+ ഇൻസ്റ്റലേഷൻസ് ഇപ്പം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവര് ഓൾറെഡി സെറ്റാണ്. അവര് വുഡിന്റെ വർക്കും ചെയ്യുന്നവരാ. അപ്പോൾ ചേട്ടാ, ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് നിങ്ങളുടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് എത്ര വലിയ ഓർഡർ ആണെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ? ഡെഫിനറ്റ്ലി. ചേട്ടാ, നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ കേരളത്തിൻ്റെ എവിടെ നിന്നാണെങ്കിലും നിങ്ങളെ സമീപിച്ചിട്ട് ഇത്തരത്തിലൊരു അവരൊരു ഡ്രോയിങ് തന്ന് ഓർഡർ തന്നു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം ഈ സാധനം അവരുടെ സൈറ്റിലേക്ക് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും? അത് ഇപ്പം ആ പാർട്ടി ചിലർ താല്പര്യപ്പെടുന്നത് അവർക്ക് ഇത് ഫിക്സ് ചെയ്യാനുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒരു കാർപ്പൻറ്ററോ ഒരു ബിൽഡിംഗ് വർക്ക് നടക്കുമ്പോൾ അവരുടെ അടുത്ത് അതിനുള്ള ലേബറോ അതിനുള്ള സപ്പോർട്ടോ ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു ചോദ്യമുണ്ട്, ഇത് മെറ്റീരിയൽ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ കൊണ്ടുപോയി അങ്ങ് ചെയ്തുകൂടെ? അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആകാം. ഞങ്ങൾ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ, കാരണം ഞങ്ങൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫാബ്രിക്കേറ്റഡ് ആ ഒരു ഐറ്റം നമുക്ക് കൊടുക്കാൻ സാധിക്കും. ആ ഒരു അളവിൽ കാർപ്പൻറ്റർ നമുക്ക് സ്വന്തമായിട്ട് നിർത്തിയിട്ട് ഇതുപോലെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൊഫൈലായിട്ടാണ് നമുക്ക് വരുന്നത്. ഒരു കട്ടള ഒന്ന് ഫാബ്രിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഒരു കട്ടള ഒരാൾ ഫിക്സ് ചെയ്ത് തരും. കാരണം അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ട് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്താൽ മതി. അപ്പം ഏറ്റവും കുറച്ച് സമയം മതി ഇതിന്, നമുക്ക് അഡ്വാൻസ് ടൈം മതി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇവിടെ നിന്ന് ഈ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രീ പീസ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ജസ്റ്റ് നമ്മളൊരു കാർപ്പൻറ്ററെ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ സൈസിനൊക്കെ അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ചീവി ലെവലാക്കേണ്ട കാര്യമില്ല, ഇതിനകത്ത് വേസ്റ്റേജ് വരുന്നില്ല അല്ലേ? അപ്പം ഓക്കെ, ഇത് ആ ഒരു രീതിയിലേക്ക് ഞാൻ പറയുന്നത്, നമ്മൾ ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മിനിമം ഒരു 1 വീക്കിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പ്രൊഡക്ഷൻ ചെയ്യും. മാക്സിമം 7 ഡേയ്സിൽ കേരളത്തിൽ എവിടെയും നമ്മൾ ഇവിടെ നിന്ന് ഡെലിവറി ചെയ്യും. നമ്മളിപ്പോൾ നോർമൽ കേസിൽ WPC വാട്ടർ പ്രൂഫാണ്, അതുപോലെ കുറേ അധികം പ്രത്യേകതകൾ പറഞ്ഞു. ഇത് ശരിക്കും നമുക്ക് ഡോർ വിൻഡോസ് മാത്രമല്ലല്ലോ, ഇത് വെച്ചിട്ട് കബോർഡ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് തടി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറുമുണ്ട്. നമ്മൾ കിച്ചൺ കബോർഡ്സ്, വാർഡ്രോബ്സ് എല്ലാം ഇപ്പം ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ, കാരണം വാട്ടർ പ്രൂഫ് ആണ്, കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ ഇന്റേണൽ ക്യാബിനറ്റ്സിന് നമുക്കൊരു എക്സ്റ്റീരിയർ ആപ്ലിക്കേഷൻ ലൈക്ക് പെയിന്റിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇപ്പോൾ മറൈൻ പ്ലേ ആയാലും HDF ആയാലും അത് എടുത്തിട്ട് പിന്നീട് അതിനെ നമ്മൾ തെർമൽ ചെയ്യും, കുറേ കാര്യങ്ങൾ ചെയ്യും. ഇതൊന്നും വേണ്ട, ഇത് നമ്മൾ ഡയറക്റ്റ് ക്യാബിനറ്റ്സ് ഉണ്ടാക്കാം. എക്സ്റ്റീരിയർ ആയിട്ട് കാണുന്ന വിഷ്വലൈസ് വരുന്ന ഷട്ടേഴ്സിന് മാത്രം നമ്മൾ ഓട്ടോമോട്ടീവ് പെയിന്റിംഗ് കൊടുക്കാം. അതായത് നമ്മുടെ അടുത്ത് 6 mm തിക്നെസ് തൊട്ട് 35 mm തിക്നെസ് ഉള്ള ഷീറ്റ്സ് ഉണ്ട് നമ്മുടെ ഡോർ ഷീറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഷീറ്റാണ്. അതിലും വലിയ 8x4 ഷീറ്റ്സ്, പ്ലൈവുഡിനെ റീപ്ലേസ് ചെയ്യുന്ന WPC ഷീറ്റ്സ് ഉണ്ട് നമുക്ക്. അതായത് കിച്ചൺ കബോർഡ്, നമ്മുടെ വാർഡ്രോബ്സ്. പിന്നെ ഈ പ്രൊഡക്റ്റ് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അത് ബൈ ചെയ്യുന്ന ആളുടെ ക്രിയേറ്റിവിറ്റിയെ ആശ്രയിച്ചിരിക്കും. ഇത് നമുക്ക് എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് സെക്ഷൻ
പ്രൊട്ടക്ഷൻസ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഔട്ട്ഡോർ ഫർണിച്ചർ ഉണ്ടാക്കാം, നമുക്ക് ഫെൻസിങ്ങിന് വേണ്ടി വേലി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അല്ല, ഞാനേ ടെറസ് ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് അറിഞ്ഞ സമയത്ത് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് കാണാൻ പറ്റിയത് വിദേശ രാജ്യങ്ങൾ US പോലുള്ള സ്ഥലങ്ങളിൽ പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഔട്ട്ഡോറുള്ള എല്ലാ ബിൽഡിങ്ങുകളും ഈ ഒരു മെറ്റീരിയൽ അവർ എസ്പെഷ്യലി എടുത്തു പറയുന്നത് പാർക്കിൽ ബെഞ്ചുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ അത്രയും ഇതാണ് അറിയാമല്ലോ, നമുക്ക് മഴ ആയാലും വെയിലായാലും കാലാവസ്ഥ ഇതിനൊരു പ്രശ്നമല്ല, ലോങ് ലൈഫാണ്. ഫ്ലോറിംഗ് വരെ ചെയ്യുന്നുണ്ടല്ലേ? ഫ്ലോറിംഗ് വരെ ചെയ്യുന്നു. ഓക്കെ. പിന്നെ നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ, അതായത് തണുപ്പ് സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കതവുകളൊക്കെ അങ്ങ് വലുതായിട്ട് എക്സ്പാൻഡ് ആയിട്ട് നമുക്ക് അടയ്ക്കാൻ വലിയ ബുദ്ധിമുട്ട് വരും. ചൂട് സമയത്ത് ഇവൻ ചുരുങ്ങിയിട്ട് അങ്ങ് ലൂസായി പോകുന്ന അങ്ങനെയുള്ള പ്രശ്നം വരത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരുപോലെയായി എല്ലാ വർഷത്തിൻ്റെ ത്രൂ ഔട്ട് ദ ഇയർ ഇറ്റ്സ് സ്റ്റേസ് ദ സെയിം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അടയ്ക്കുന്നതിനോ തുറക്കുന്നതിനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. വെതർ കണ്ടീഷൻസ് എല്ലാം വിസ്റ്റാൻഡ് ചെയ്യുന്ന, റീറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ WPC. അപ്പോൾ ഏതായാലും ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോങ് ലൈഫിൽ തടിയുടെ കാര്യത്തിലാണ് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. പല കോൺട്രാക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ നമ്മുടെ ക്ലയൻസുമായിട്ട് തെറ്റുന്ന ഒരു കാര്യം ഈ തടിയുടെ ഒരു കേസിലാണ്. പിന്നെ നല്ല തടിയല്ല കൊണ്ടുവന്ന് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കൽ മാത്രം ക്യാഷ് മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറയിലേക്കും ഈസി ആയിട്ട് ഈ സാധനം യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് റൈചേട്ടൻ അതുപോലെ സുരേഷ് ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. രണ്ടുപേരുടെയും നമ്പറും ഇതിൻ്റെ ഒരു ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഒരു വീട് സ്വപ്നം കാണുന്ന നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇത്തരത്തിലുള്ള അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും മനോഹരമായ മറ്റൊരു വീഡിയോസുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.